ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. മനസ്സിന് വളരെയധികം സ്വസ്ഥത നൽകുന്നൊരു വചനമാണ് യേശുനാഥൻ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശുനാഥൻ പറയുകയാണ്. യേശുനാഥൻ ഇത് പറയുന്ന ഒരു പശ്ചാത്തലം വളരെ ദയനീയമായ ഒരു പശ്ചാത്തലത്തിലാണ്. യേശുനാഥൻ്റെ കാലത്ത് യേശുവിൻ്റെ ജനങ്ങൾ, അവൻ്റെ സ്വന്തം ജനത, അതായത് യേശുനാഥൻ പിറന്ന മണ്ണിലെ ജനത ഒത്തിരിയധികം പീഡനങ്ങളിലൂടെയും ക്രൂരതകളിലൂടെയും നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സാധാരണ ജനം, അതായത് അവരെ റോമാക്കാർ അടിച്ചമർത്തി ഭരിച്ചിരുന്നു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന നാടുവാഴികൾ അവരിൽ നിന്ന് ഇരട്ടിയിലധികം ചുങ്കം പിരിച്ചിരുന്നു. അവരെ ആശ്വസിപ്പിക്കേണ്ട പുരോഹിതന്മാർ അവരെ കൂടുതൽ തിന്മയിലേക്ക് തള്ളിവിടുകയും ആശ്വാസത്തിന് പകരം കൂടുതൽ സങ്കടങ്ങൾ നൽകുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. എല്ലാവരുടെയും കാര്യമല്ല, ചിലരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ജനം ഒത്തിരിയധികം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവരെ ആശ്വാസത്തിനായി അവരെ സഹായിക്കുന്ന ഒരു രക്ഷകന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന കാലഘട്ടം. അപ്പോഴാണ് മിശിഹായുടെ അവതാരം. അപ്പോൾ യേശുനാഥൻ അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞ വചനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വേദനിക്കുന്ന ജനതകൾക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു. ഇതിന്നും വളരെ പ്രസക്തമായതാണ്. കാരണം ഈ ഭാരം വഹിക്കുന്നവനും അധ്വാനിക്കുന്നവനും ഉണ്ടാകുന്ന മനോവിഷമം വളരെ വലുതാണ്. അത് ആ ജീവിത രീതിയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. യേശുനാഥൻ അതിൽ മനസ്സിലാകുന്നുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ ദൈവത്തിന് നമ്മുടെ വേദനകളെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ട്. ഇത് യേശുനാഥൻ പറയുമ്പോൾ അവിടുന്ന് വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോയില്ലെങ്കിലും പിന്നീട് അവിടുന്ന് വലിയ കൊടിയ പീഡനങ്ങളിലൂടെയും അവഹേളനങ്ങളിലൂടെയും കടന്നു പോയവനാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന വചനം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെതാണ്, എല്ലാ പീഡനങ്ങളും ഏറ്റെടുത്തവൻ്റെതാണ്. അപ്പോൾ അവന് വളരെ നന്നായിട്ട് അറിയാം. അവനാണ് ആശ്വസിപ്പിക്കാനായി നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു വലിയ ആശ്വാസം ലഭിക്കുമെന്നുള്ള ഉറപ്പ് തന്നെ യേശുനാഥൻ നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ ധ്യാനിക്കേണ്ടത് ആ വചനം മാത്രമല്ല, നമ്മളൊന്ന് ഇരുത്തി ധ്യാനിക്കണം. നമ്മൾ നമ്മുടെ തിരുഹൃദയ മാസത്തിൽ, യേശുനാഥനോടുള്ള ഭക്തിയുടെ മാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ നിൻ്റെ ഹൃദയം പോലെ എൻ്റെ ഹൃദയം ആക്കണമെന്ന്. ഈശോയുടെ ഈ ഒരു ഹൃദയം നമ്മൾ സ്വന്തമാക്കണം. ഈശോ ഇന്ന് ഈ വചനം അവസാനിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുമെന്നാണ്. ഇതുപോലൊരു ഹൃദയം ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് ആശുപത്രി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒത്തിരി വേദനിപ്പിക്കുന്നവർക്ക് കൂട്ടു നിൽക്കുന്ന ചില മനുഷ്യരെ പരിചയപ്പെടുന്നുണ്ട്. അവരോടൊപ്പം ഓടുകയും അവരുടെ വേദനയിൽ ആശ്വാസം പകരുകയൊക്കെ ചെയ്യുന്ന ആ മനുഷ്യരുടെ കൂട്ട് അവരെ ഒത്തിരി സ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഇത് യേശുവിൻ്റെ മനസ്സുള്ള മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കിയവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ ഈ ആശ്വാസ വചസ്സുകൾ പറയുന്നത് മാത്രമല്ല, ഒപ്പം അവർക്ക് ആശ്വാസം പകരുന്ന, അവരുടെ ഹൃദയത്തിന് താങ്ങും തണലുമാകുന്നൊരു ഹൃദയം നമ്മളെ സ്വന്തമാക്കണം. അങ്ങനെ ഒത്തിരി വേദനിക്കുന്നവർ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ആശ്വാസ വചനത്തിന്, ഒരു തലോടലിന്, ഒരു ആശ്വാസ വാക്കിന് ഒക്കെ കാതോർക്കുന്ന, മനസ്സ് കാത്തിരിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് സ്വസ്ഥത പകരാൻ കഴിയണം. ഇപ്പോൾ ഈ ഇടയ്ക്ക് കേട്ടൊരു കാര്യമാണ്, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കാനായി പറയുന്നൊരു കാര്യമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പ്രാർത്ഥിക്കാം എന്ന് മാത്രം വാക്ക് കൊടുക്കുന്നവരാകാതെ പ്രാർത്ഥിക്കുന്നവരും അവരോടൊപ്പം അല്പസമയം പങ്കിടുന്നവരുമായി നമ്മൾ മാറണം. ഇത് യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ സമയത്തിൽ ഒരു അല്പസമയം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ, അവർക്കൊരു തണലാകാൻ നമുക്ക് കഴിയണം. ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ തീർച്ചയായും നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും അത്താണിയായി മാറുന്നത് പോലെ നമ്മളും മറ്റു മനുഷ്യർക്ക് ഒരു അത്താണിയായി മാറണം. യേശുവിൻ്റെ ഹൃദയമുള്ള മനുഷ്യരെ മാറണം. അപ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.